തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ കമ്മീഷന്റെ സീലിന് പകരമുള്ളത് ബിജെപിയുടെ സീൽ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്കും സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും അയച്ച കത്തിനൊപ്പം ചേർത്ത അഫിഡവിറ്റിലാണ് ബിജെപി കേരള ഘടകത്തിന്റെ സീലുള്ളത്. വിവരങ്ങളുമായി ദിൽന ചേരുന്നുണ്ട്. ദിൽന, ഇതൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ കമ്മീഷന്റെ സീലിന് പകരമുള്ളത് ബിജെപിയുടെ സീലാണ്. വിവരങ്ങൾ എന്തൊക്കെയാണ്? അതെ അവന്തിക, വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 2 ദിവസം മുൻപാണ് ഈ ഒരു കത്ത് ഫോർവേഡ് ചെയ്തത്. അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും അയച്ച കത്തിനൊപ്പം ചേർത്ത അഫിഡവിറ്റിലാണ് ബിജെപി കേരള ഘടകത്തിന്റെ സീല് കണ്ടത്. അതായത് ഈ നമുക്കറിയാം ഈ ഇത്തരം നടപടികൾ, അതായത് ഈ അഫിഡവിറ്റ് ചേർത്ത് കത്തുകളെല്ലാം എല്ലാ തവണയും സാധാരണഗതിയിൽ നടക്കും തന്നെയാണ്. തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിലൊക്കെ ഇതെല്ലാം നടക്കുന്നതാണ്. അതായത് സ്ഥാനാർത്ഥിയുടെ ക്രിമിനൽ പശ്ചാത്തലം, അതിന്റെ വിവരങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെയുള്ള പതിവ് ചോദ്യങ്ങളെ കുറിച്ചാണ് അഫിഡവിറ്റിൽ സാധാരണഗതിയിൽ ഉണ്ടാവുന്നത്. അതിനെ സംബന്ധിച്ച് തന്നെയാണ് ഇത്തവണയും ഈ പറയുന്നത് പോലെ ഒരു കത്ത് അയച്ചിട്ടുള്ളതും. പക്ഷെ ആ കത്തിലാണ് ഇപ്പോൾ ബിജെപി കേരള ഘടകത്തിന്റെ സീല് ഉള്ളത്. പക്ഷെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും അതൊരു ക്ലറിക്കൽ പിശകാണ് എന്ന് പറയുന്ന ഒരു വിശദീകരണം വരുന്നുണ്ട്. അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ ബിജെപി സീൽ വെച്ച ഒരു കത്ത് കമ്മീഷന് ലഭിച്ചിരുന്നു. ആ കത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തെറ്റായി ഫോർവേഡ് ചെയ്തതാണ് എന്നൊരു വിശദീകരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അവന്തിക, ദിൽന, ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് എങ്ങനെയാണ് അതൊരു ക്ലറിക്കൽ പിശകെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? അവന്തിക, അതിനെപ്പറ്റി കൂടുതൽ വിവരം ലഭിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ നമുക്കറിയാം, ഈ പറയുന്നത് പോലെ വലിയ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമുക്കറിയാം വോട്ടർ സ്ഥലങ്ങളിൽ പോലും ഏതിൽ കുത്തിയാലും താമര ചിഹ്നം തെളിയുന്ന വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇതിനു മുൻപും പല തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ പലപ്പോഴും അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് കൂടിയാണ്. അപ്പോഴാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു കത്തിന്റെ കൂടെ ബിജെപി കേരള ഘടകത്തിന്റെ സീൽ ഉള്ള ഒരു അഫിഡവിറ്റിൽ അത്തരം ഒരു സീൽ കൂടെ കാണുന്നത് വലിയ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വരുന്നത് ഒരു ക്ലറിക്കൽ പെശകാണ് ഇത് സംഭവിച്ചത്. അതായത് ഭാരതീയ ജനതാ പാർട്ടി ബിജെപി തങ്ങൾക്കൊരു കത്ത് നൽകിയിരുന്നു. അതിൽ ഈ പറയുന്നത് പോലെ ഈ ക്രിമിനൽ പശ്ചാത്തലമോ അല്ലെങ്കിൽ മറ്റ് സ്വത്ത് വിവരങ്ങൾ എന്നിവ സംബന്ധിച്ചൊക്കെയുള്ള സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു കത്ത് കമ്മീഷന് നൽകിയിരുന്നു. ആ കത്ത് തെറ്റായി ഫോർവേഡ് ചെയ്തതാണ് എന്നതാണ് വിവരങ്ങൾ നൽകിയത്.